ഹേ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഗണേഷ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാഡ്ജറ്റ് കട മലയാളം. ഇന്നത്തെ എപ്പിസോഡ് സംസാരിക്കാൻ പോകുന്നത് OnePlus Buds Proയെ കുറിച്ചാണ്. അതിൻ്റെ എത്രയും നല്ല കിടിലമായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അധിക സമയങ്ങളെന്നില്ല, വരും നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് സംസാരിക്കാം ഇതിനെ എങ്ങനെ പെയർ ചെയ്യാമെന്ന്. അപ്പം OnePlus ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ് പെയർ ചെയ്യാൻ. ഫോൺ എടുക്കുക, ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക, എന്നിട്ട് ഇതിനെ ഓപ്പൺ ചെയ്താൽ മാത്രം മതി നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അല്ലാതെ കണക്റ്റും ചെയ്യാനും പറ്റും. പക്ഷേ ഈ ബ്ലൂടൂത്ത് തുറക്കുമ്പോൾ തന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ വരുന്ന വലിയ കിടിലൻ സംഭവം തന്നെയാണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ബ്ലൂടൂത്ത് ഓൺ ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതല്ലാതെ ടി വി വീട്ടിലുണ്ടെങ്കിൽ OnePlus TV ഉണ്ടെങ്കിൽ OnePlus TV ഡയറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യും, അടുത്തൂടെ പോയാൽ തന്നെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ടും വരാറുണ്ട്, പക്ഷേ അതൊരു നല്ല ഫീച്ചർ തന്നെയാണ്. അടുത്തതായി ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സ് എവിടെ കാണുന്നറിയാമെങ്കിൽ ബ്ലൂടൂത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലൂടൂത്തിൻ്റെ ആ പേര് കാണുമല്ലോ, OnePlus Buds Pro, അതിൽ അടുത്ത് തന്നെ റൈറ്റ് സൈഡിലൊരു സെറ്റിങ്സ് സിമ്പലുണ്ട്, ഐക്കൺ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹെഡ്ഫോൺസ് എന്നൊരു എഴുതിയിട്ടുണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യും. ഇത് OnePlus ഫോൺസോ ഓപ്പോ ഫോണുകൾ മാത്രമേ കാണുള്ളൂ. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സ് എല്ലാം കാണാം. പക്ഷേ ഇതിപ്പോൾ OnePlus ഫോൺ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഹേ മെലഡി എന്നാണ് പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് കയറി ഈ ലൊക്കേഷനും എല്ലാം കൊടുത്തതിന് ശേഷം, എല്ലാം ആക്സസ് കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് അതുവഴി OnePlus Buds Proയെ ലിങ്ക് ചെയ്താൽ, കണക്ട് ചെയ്താൽ മാത്രം മതി. അതുവഴി നമുക്ക് ഇതേ സെറ്റിങ്സ് എല്ലാം കിട്ടും. പിന്നെ ഇതിൻ്റെ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള കേസാണ്, നല്ല ലുക്കുണ്ട്, ഒരു ചെറിയ ഫോം ഫാക്ടറാണ്, നല്ല ചെറിയ സൈസാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. പിന്നെ ഇതിലൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഒരു ഗ്രീന് ലൈറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. ചാർജ് കംപ്ലീറ്റ് ആകുമ്പോൾ ഗ്രീൻ ലൈറ്റ് കാണിക്കും. പിന്നെ അതിൽ നടുക്കൊരു ബട്ടണുണ്ട്, ആ ബട്ടനാണ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, പെയറിങ് ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ പല യൂസസ് ഉള്ള മൾട്ടി ഫംഗ്ഷൻ ഒരു ബട്ടനും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ അറിയാം, ഒരു പകുതി ക്രോം ഫിനിഷും പകുതി മാറ്റ് ബ്ലാക്ക് ഫിനിഷും കൂടെയാണ് ഇയർപോഡ്സിന് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ഫിനിഷ് തന്നെ. ഇതുകൂടാതെ ഇതിനകത്ത് വയർലെസ് ചാർജിങ്ങും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്താൽ ഒരു 10 മണിക്കൂർ വരെ നമുക്ക് ചാർജ് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ചാർജിങ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പിഞ്ച്, ഇതിൻ്റെ പ്രസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ടിപ്പിൽ പിടിച്ചിട്ട് അമർത്തുക, അപ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. അതാണ് അതിൻ്റെ പ്രസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് നമുക്കിതിൻ്റെ സെറ്റിങ്സിലേക്ക് ചാടാം. സെറ്റിങ്സിനകത്ത് ഇപ്പോൾ കാണുന്ന ഇതൊക്കെയാണ് സെറ്റിങ്സ്. അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ നോയ്സ് കൺട്രോൾ ഉണ്ട്. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി മോഡുണ്ട്. 3 മോഡിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാവുന്നതാണ്. മൂന്നും പല ഇതിൻ്റെ ഫങ്ഷൻസാണ്. ഓക്കെ, അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓരോ കൺട്രോൾസ് കാണാം. ലൈക്ക് ഒരു പ്രാവശ്യം പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാട്ട് നിർത്താം, അല്ലെങ്കിൽ പോസ് ആൻഡ് പ്ലേ അതും ചെയ്യാം. 2 പ്രാവശ്യം അതേ പിഞ്ച് നടത്തുകയാണെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അല്ലാതെ വേറൊരു ഫീച്ചർ 3 പ്രാവശ്യം പിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് പാട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ വോയിസ് അസിസ്റ്റൻ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. അതിനകത്ത് ലെഫ്റ്റ് റൈറ്റിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. പക്ഷേ 3 ക്ലിക്ക്, അതായത് 3 പ്രാവശ്യം പിഞ്ചിന് മാത്രമേ കസ്റ്റമൈസേഷൻ ഫീച്ചർ ഉള്ളൂ. അതിനകത്ത് മറ്റേ രണ്ടിനും അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഫീച്ചർ ഇല്ല. പിന്നെ പിഞ്ച് ആൻഡ് ഹോൾഡ് ഉണ്ട്, അതായത് അമർത്തി പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് വയ്ക്കുക. അപ്പോൾ അതിനകത്ത് നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ടോഗിൾ ചെയ്യാം. നോയ്സ് ക്യാൻസലേഷൻ ആക്കാം, ട്രാൻസ്പെറൻസി ആക്കാം, അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി അങ്ങ് ഓഫ് വരെ വേണേൽ ചെയ്യാം. പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് സെൻ മോഡാണ്. സെൻ മോഡ് എന്ന് പറയുന്നത്, ഇതിനെ സെൻ മോഡിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വൈറ്റ് നോയ്സ് കേൾക്കാൻ പറ്റും. അപ്പോൾ അതൊരു കിളികളും പക്ഷികളും നേച്ചറിൻ്റെയൊക്കെ സൗണ്ടാണ്. അപ്പോൾ അത് നമുക്ക് സൗണ്ടും നമുക്ക് ചൂസ് ചെയ്ത് കേൾക്കണം എന്നുള്ളത്. അത് എല്ലാം നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതാണ്. എന്നിട്ട് ഇയർപോഡ്സിനകത്ത് കാണും. അപ്പോൾ ഇയർപോഡ്സിലേക്ക് ഡൗൺലോഡ് ആകും. അപ്പോൾ നമ്മുടെ ഫോൺ കണക്റ്റഡ് അല്ലെങ്കിലും നമുക്ക് അതിനകത്ത് കേൾക്കാൻ പറ്റും. അടുത്തൊരു കിടിലൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇയർബഡ് ഫിറ്റ് ടെസ്റ്റാണ്. അതിനുവേണ്ടി നമ്മുടെ ഇയർബഡ്സ് രണ്ടും ചെവിയിൽ വെച്ചതിന് ശേഷം ഇതിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു സൗണ്ട് വരും. അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും നമ്മുടെ ഇയർബഡ്സ് കറക്റ്റ് ഫിറ്റാണോ അല്ലയോ എന്ന്. ഫിറ്റ് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇയർബഡ്സിൻ്റെ സൈസ് ഇവർ വേറെ തരുന്നുണ്ട്, അത് വെച്ച് നമുക്ക് മാറ്റി ഇത് വേറെ ഇയർബഡ്സ് യൂസ് ചെയ്യണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ OnePlus ഓഡിയോ ID എന്നൊരു സാധനമാണ്. അത് അതിൻ്റെ ഒരു പ്രൊപ്പറേറ്ററി ID വെച്ചിട്ട് നമുക്കൊരു പ്രോപ്പർ സെറ്റിങ്സ് ഒക്കെ സെറ്റ് ചെയ്ത് തരാനുള്ള ഉപയോഗിക്കുന്നതാണ് OnePlus ഓഡിയോ ID. ഇതുകൂടാതെ തന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കാവുന്നത് ഇതിൻ്റെ ഇൻ ഇയർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അതായത്
രണ്ട് ഇയർബഡ്സ് വെച്ചിട്ട് ഒരെണ്ണം മാത്രം മാറ്റുകയാണെങ്കിൽ പാട്ട് നിൽക്കുകയാണ്. അതായത് നമുക്ക് ഒരെണ്ണം മാത്രം മാറ്റിയാൽ പാട്ട് നിൽക്കും. ഇപ്പോൾ കാണുന്ന പോലെ ഞാനിപ്പോൾ ഒരു ഇയർബഡ്സ് മാറ്റിയാൽ ആ പാട്ട് ഒപ്പം പോസാവും. പിന്നെ തിരിച്ച് വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാട്ട് സ്റ്റാർട്ടാവും. അത് നല്ലൊരു ഫീച്ചറാണ്. ഇപ്പോൾ ആരെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇയർബഡ്സ് മാറ്റിയിട്ട് നമുക്ക് ആ പുള്ളിക്കാരനെ എടുത്ത് സംസാരിക്കാം. അതിനുശേഷം വീണ്ടും ഇയർബഡ്സ് എടുത്ത് വയ്ക്കാം. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ് വൺ പ്ലസ് ബഡ്സ് പ്രോയിലുള്ളത്. പിന്നെ ഇതിനകത്ത് ക്വിക്ക് ഗൈഡ് എന്നുണ്ട്. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് കൂടുതലും അതിനകത്ത് ക്വിക്ക് ഗൈഡിനകത്ത് ഉള്ളത്. പിന്നെ അടുത്തൊരു കിടിലൻ ഫീച്ചർ ഫൈൻഡ് ബൈ ഇയർബഡ്സ് എന്ന് പറയുന്ന ഫീച്ചറാണ്. അതായത് ഞാനിപ്പോൾ ഈ ഇയർബഡ്സിൻ്റെ പെട്ടിയോ അല്ലെങ്കിൽ ഇയർബഡ്സോ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് എവിടെയാണെന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഫൈൻഡ് മൈ ഇയർബഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് നോൺ ലൊക്കേഷൻ ഇതിനകത്ത് കാണിക്കും, മാപ്പിൽ കാണിക്കും. അതുകൂടാതെ തന്നെ അതിനകത്ത് നമുക്ക് സൗണ്ടും ഉണ്ടാക്കാം. ഒരു പീപ്പ് പീപ്പ് ബീപ്പ് എന്നൊരു സൗണ്ട് വരും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അത് വലിയ സൗണ്ടൊന്നും അല്ലെങ്കിലും എല്ലാവരും സൈലൻ്റ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് തന്നെയാണ്. അപ്പം അത് വെച്ച് നമുക്ക് ഇയർബഡ്സിനെ കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ഇതിനകത്ത് തന്നെ ഓട്ടോ അപ്ഡേറ്റ്, അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ബഗ് ഫിക്സസും എല്ലാം വരാൻ വേണ്ടി ഓട്ടോ അപ്ഡേറ്റ്, ഈ ഫേംവെയർ അപ്ഡേറ്റിനെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യാനുള്ളത് ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പം ഏറ്റവും നല്ല ബഗ് ഫിക്സസ് എല്ലാം നേരത്തെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, ഫീച്ചേഴ്സും ട്രിക്സും ടിപ്സും ഒക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്, സബ്സ്ക്രൈബ് ചെയ്യുക ഗാഡ്ജറ്റ് കട മലയാളത്തിലേക്ക്. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ. അടുത്ത വീഡിയോ വരെ ബൈ.